പ്രകാശമേ മിഴി തുറക്കുക വേഗം. ഇന്നത്തെ സുവിശേഷ ഭാഗം എന്ന് പറയുന്നത് യേശുവിൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇതിനകത്ത് യേശുവിൻ്റെ പിതാവുമായിട്ടുള്ള ബന്ധം, വിശ്വാസം, പ്രാർത്ഥന, പീഡാനുഭവം, പുനരുദ്ധാനം, ഏറ്റവും ഒടുവിൽ അവൻ നൽകുന്ന സമാധാനം, ഇതിനെക്കുറിച്ചെല്ലാം പ്രതിപാദിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ വഴിക്ക് ചിതറിക്കപ്പെടുമെന്ന്, താന്താങ്ങളുടെ വഴിക്ക് ചിതറിക്കപ്പെടുമെന്ന് 32-ാം വാക്യത്തിൽ യേശു പറയുന്നതോടെ ചിതറിക്കപ്പെടുമ്പോഴും ദൈവം ഏകനാണ്, അതേസമയം പിതാവുമായിട്ട് എനിക്കൊരു ബന്ധമുണ്ട് എന്ന സൂചനയും കൂടെ നൽകുന്നുണ്ട്. കാരണം ഞാൻ തനിച്ചല്ല, പിതാവ് എൻ്റെ കൂടെയുണ്ട് എന്ന സൂചന ഈശോ ആ വാക്യത്തിലൂടെ നൽകുന്നുണ്ട്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷയും സമാധാനവുമാണ് ദൈവവുമായിട്ടുള്ള ഈ കൂട്ടായ്മ എന്ന് പറയുന്നത്. നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, നാം വേദനിക്കുന്ന ഘട്ടങ്ങളിൽ ദൈവം നമ്മളോട് പറയുന്നുണ്ട്, ആ വേദനയുടെ നിമിഷത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, പിതാവായ ദൈവം കൂടെയുണ്ട്. യേശുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ സമയത്ത് ശിഷ്യന്മാർ ചിതറിക്കപ്പെട്ടു പോകുമ്പോഴും യേശു പറയുന്നു, ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ പിതാവുണ്ട്. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനവും ആധികാരികതയും പ്രത്യാശയും ഇതാണ്. നമുക്കൊരു ദുഃഖം വന്നാൽ ആ ദുഃഖം മാറുവാൻ വേണ്ടിയല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, മറിച്ച് ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന വിശ്വാസത്തിലാണ് നാം മുൻപോട്ട് നീങ്ങേണ്ടത്. യേശുവിൻ്റെ പീഡാനുഭവവും നമ്മെ പഠിപ്പിക്കുന്നത് തന്നെയാണ്. ഈ ഒരു പ്രത്യാശയോടെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പിതാവായ ദൈവം കൂടെയുണ്ട് എന്ന ബോധ്യത്തോടെ ജീവിതത്തിൽ നോക്കിക്കാണുവാൻ നമുക്ക് സാധിക്കട്ടെ. ആമേൻ. നിൻ വഴിയേ നടക്കാം.